മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയതും ചെലവഴിച്ചതുമായ തുകയുടെ കണക്ക് പുറത്തുവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 770 കോടി 7 ലക്ഷം രൂപയിൽ 99 കോടി 7 ലക്ഷം രൂപയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. ചെലവായ തുകയുടെ ഇനം തിരിച്ചുള്ള കണക്കും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുനരധിവാസത്തിനായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്ത വാർഷിക ദിവസത്തെ കുറിപ്പിൽ മുഖ്യമന്ത്രി എഴുതി. എല്ലാ വിഷമസന്ധികളെയും ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിൽ ഒന്നാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സുദീർഘമായ സാമൂഹ്യ മാധ്യമ പോസ്റ്റ്. ദുരന്തഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഒട്ടും സമയം നഷ്ടപ്പെടാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മാനസിക പിന്തുണ ഉറപ്പുവരുത്താൻ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കി. കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കി. ദുരന്തമുണ്ടായി 1 മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിച്ചു. ഓഗസ്റ്റ് 24-നകം ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും മറ്റ് പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി. വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും പ്രതിമാസം 6000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി വരുന്നു. സ്ഥിരം പുനരധിവാസ സംവിധാനം ആകും വരെ ഈ സഹായം തുടരും. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് SDRF-ൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ 50,000 രൂപ വീതം നൽകി. 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും 60 മുതൽ 80%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും അനുവദിച്ചു. തുടർ ചികിത്സയുടെ ചെലവും സർക്കാർ വഹിക്കുന്നു. 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഓരോ മാസവും വിതരണം ചെയ്യുന്നുണ്ട്. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് ദിവസം 300 രൂപ വീതം സഹായധനം നൽകി വരുന്നു. നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരികെ ലഭിക്കാനുള്ള സഹായം നൽകി. ഇപ്പോൾ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി മാതൃകാ ടൗൺഷിപ്പ് സജ്ജമാകുന്നു. 410 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, പൊതുകെട്ടിടങ്ങൾ, റോഡുകൾ, ജലവിതരണം, മലിനജല സംവിധാനങ്ങൾ, വൈദ്യുതി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, സൈറ്റ് വികസനം എന്നിവയാണ് ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നറിയിച്ച 104 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകി. ആകെയുള്ള 402 ഗുണഭോക്താക്കളിൽ നിന്ന് 107 പേരാണ് വീടിന് പകരം 15 ലക്ഷം രൂപ മതി എന്നറിയിച്ചത്. 2025 ജൂൺ 25 വരെ ആകെ 770 കോടി 76 ലക്ഷത്തി 79,158 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചു. ചെലവിട്ട തുകയുടെ കണക്ക് ഇങ്ങനെ: ദുരന്തബാധിതർക്ക് ധനസഹായമായി നൽകിയത് 7 കോടി 65 ലക്ഷം രൂപ. ഏൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിന് ചെലവഴിച്ചത് 43 കോടി 56 ലക്ഷത്തി 10,769 രൂപ. ടൗൺഷിപ്പ് പ്രോജക്റ്റിന് ചെലവഴിച്ച തുക 20 കോടി. ടൗൺഷിപ്പ് പ്രീ പ്രോജക്ട് ചെലവുകൾ 40 ലക്ഷത്തി 3,778 രൂപ. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ വീതം നൽകിയ ചെലവ് 13 കോടി 91 ലക്ഷം രൂപ. വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകയ്ക്ക് പുറമെ നൽകിയത് 50,000 രൂപ. ജീവനോപാധി ധനസഹായത്തിനായി ചെലവിട്ട തുക 3 കോടി 61 ലക്ഷത്തി 66,000 രൂപ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് ആകെ ചെലവഴിച്ച തുക 91 കോടി 73 ലക്ഷത്തി 80,547 രൂപയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഉപജീവന സഹായം, വാടക, ചികിത്സാ സഹായം, വിദ്യാഭ്യാസം, സമഗ്രമായ പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും തുടർന്നും സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് അത്യുജ്വലമായി തിരികെ വന്ന അതിജീവിതർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രവർത്തിച്ചവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.